ഡയാന ഇന്ന് തന്നെ സന്ദർശിക്കുക. ഡയാന EAP ബിൽഡിംഗ്സ് തൊടുപുഴ. നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസിലെ ഷീജ ജയൻ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം മുതലക്കോടത്ത് നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VK കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കലൂർക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും SSLC +2 പരീക്ഷയിൽ A+ നേടിയ കുട്ടികളെ ആദരിക്കലും നടന്നു. കേരള സഹകരണ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. കേരള സഹകരണ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസിലെ ഷീജ ജയൻ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സണായി ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസ് അംഗം ഷീജ ജയൻ വിജയിച്ചു. 35 കൗൺസിലിൽ 30 പേർ വോട്ട് ചെയ്തപ്പോൾ ഷീജ ജയന് 18 പേരുടെ വോട്ടാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി LDFിലെ മിനി മധുവിന് 6 വോട്ടുകളും BJP അംഗം ബിന്ദു പത്മകുമാറിന് 4 വോട്ടുകളുമാണ് ലഭിച്ചത്. കോൺഗ്രസ് അംഗമായ നൈറ്റ്സി കുര്യാക്കോസ് ഷീജയുടെ പേര് നിർദ്ദേശിക്കുകയും സുധാ സുധാകരൻ പിന്തുണയ്ക്കുകയും ചെയ്തു. ഷീജ ജയനെ വരണാധികാരി വിജയിയായി പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഷീജ ജയൻ സ്ഥാനമേറ്റെടുത്തു. രാവിലെ 11 മണിക്കാണ് നഗരസഭാ ഹാളിൽ വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. മുൻ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ഷിബിലി സാഹിബ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിലിംഗ് ഹാളിൽ നേരത്തെ എത്തിയിരുന്നു. ഷീജ ജയൻ, മിനി മധു, ബിന്ദു പത്മകുമാർ എന്നിവർ മത്സരരംഗത്ത് ഉറച്ചു നിന്നതോടെ വോട്ടിംഗ് ആരംഭിച്ചു. ഓരോരുത്തരും പേരെഴുതി ഒപ്പിടണം എന്നും വരണാധികാരി നിർദ്ദേശിച്ചിരുന്നു. ഇങ്ങനെ ചെയ്യാതെ വന്നാൽ അസാധുവായി കണക്കാക്കും. ഇതിനെ തുടർന്നാണ് വോട്ടിംഗ് ആരംഭിച്ചത്. നൈറ്റ്സി കുര്യാക്കോസിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗം PS ജയൻ വോട്ടിംഗ് ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചു. DCC പ്രസിഡന്റ് റോയ് K പൗലോസിന്റെ വിപ്പ് ലംഘിച്ചതാണ് PS ജയൻ വോട്ടിംഗ് ബഹിഷ്കരിച്ചത്. SDPI അംഗം സുബൈദ ടീച്ചറും വോട്ട് ബഹിഷ്കരിച്ചു. ഇവർ പാർട്ടി തീരുമാനപ്രകാരമാണ് വോട്ടിംഗിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. എന്നാൽ വോട്ട് ചെയ്ത ലീഗ് അംഗം ആരിഫ ഷംസുദ്ദീന്റെയും കോൺഗ്രസ് അംഗം ജോർജ് താന്നിക്കലിന്റെയും വോട്ട് അസാധുവായി മാറി. വോട്ട് ചെയ്തെങ്കിലും പേരെഴുതി ഒപ്പിടാത്തതിന്റെ പേരിലാണ് ഇവരുടെ വോട്ട് അസാധുവായി മാറിയത്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യോഗം ബഹിഷ്കരിച്ചു. കേരള കോൺഗ്രസിന് 3 അംഗങ്ങളാണുള്ളത്. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, പ്രൊഫസർ ജെസി ആന്റണി, മേഴ്സി കുര്യൻ എന്നിവരാണ് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള സഹകരണം കുറയുമെന്ന് ഇവർ അറിയിച്ചിരുന്നു. ഏതായാലും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായിരിക്കും മുന്നണിയിലെ പ്രതിസന്ധി. UDFിൽ 24 പേരാണുള്ളത്. കോൺഗ്രസിൽ 14, മുസ്ലിം ലീഗിന് 7, കേരള കോൺഗ്രസിന് 3 എന്നിങ്ങനെയാണ് UDF കക്ഷിനില. VBC ന്യൂസ്, തൊടുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ മാനാക്കുഴി ഭാഗത്ത് തോടിനു കുറുകെ സഞ്ചാരയോഗ്യമായ പാലം വേണമെന്ന ആവശ്യം ശക്തമായി. 9ാം വാർഡിൽപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ കട, ദേവാലയങ്ങൾ, വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ് റൂട്ട് തുടങ്ങിയവ പന്നൂർ ഭാഗത്തായതിനാൽ പാലം അനിവാര്യമാകുന്നു. കൂടാതെ ദൂരം വളരെ കുറവുള്ള മാനാത്തടം, പന്നൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമില്ലാത്തതിനാൽ ഈ ഭാഗത്തുകൂടി വാഹന ഗതാഗതവും സാധ്യമല്ല. തോടിന്റെ അക്കരെ ഇക്കരെ കടക്കുന്നതിനായി 3 മീറ്റർ വീതിയിൽ ഏകദേശം 5 മീറ്ററോളം ഉയരത്തിൽ തോടിന് നടുവിൽ പണി തീർത്ത കൽത്തൂണുകളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാത്തിയാണുള്ളത്. ഈ കോൺക്രീറ്റ് പാത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തെ പാടത്ത് കൃഷി ഇറക്കുന്നതിനായി ജലസേചന വകുപ്പ് പണി തീർത്തതാണ്. തോട് മുറിച്ചു കടക്കുന്നതിന് എല്ലാവരും ആശ്രയിക്കുന്നത് കൈവരിയില്ലാത്ത ഈ പാത്തിയെയാണ്. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് നാട്ടുകാരുടെ കൈകാലുകൾ ഒടിഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്.
ഗവൺമെൻറ് പൊതുജനങ്ങളെ രക്ഷിക്കാതിരിക്കണാണോ അവരുടെ വീട് രക്ഷിക്കാനാണോ കീശ കുറിപ്പിക്കാനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ അവസരം എങ്ങനെ ഈ റോഡ് ഈ കുളിക്കടവിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ കയറാൻ പറ്റും? ഒരു നട പോലും ഇവിടെ സംസ്ഥാനത്തില്ല. 8 മീറ്റർ കമ്പിപ്പാല ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തട്ടക്കുഴ വഴി വന്ന് കമ്പിപ്പാലം വഴി വന്ന് മാനക്കുഴി ചെലവ പള്ളിയിലേക്കും കലയനാനിക്ക് പോണ റോഡാണ് 8 മീറ്റർ വീതി. ആ വീതിയിൽ നിന്ന് കുറ്റിച്ചെറായി എന്ന് പറയുന്ന സ്ഥലത്തോടെ ഒരു പാത്തി ഉണ്ടാക്കി പഴയ കാലത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ടോ ഒരു 3 മീറ്റർ വീതിയിൽ ഒരു ഒറ്റ കാല് മാത്രമേ ഉള്ളൂ ഇവിടെ. കമ്പിപ്പാലം മാനാക്കുഴി ചെലവ് റോഡിൽ നിന്ന് നമ്മൾ എളുപ്പത്തിന് അക്കരയ്ക്ക് പന്നൂര് അമ്പലം സ്കൂള് അതുപോലെ റേഷൻ കട ആ ഭാഗത്തേക്ക് പോകുന്ന ജനങ്ങൾക്ക് ഉള്ള എളുപ്പ വഴിയാണ്. ബസ് കയറാനും എല്ലാ ഉപയോഗത്തിനുള്ള എളുപ്പ വഴിയാണ്. അപ്പോൾ നിലവിലെ വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ജലസേചനത്തിന് വേണ്ടി പണിത ഒരു പാത്തിയാണിത്. ഈ പാത്തി വികസിപ്പിച്ചുകൊണ്ട് നല്ലൊരു പാലം ഈ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ ആ പാത്തി കൊണ്ട് വേറെ ഉപകാരങ്ങൾ, വെള്ളം കൊണ്ടുപോകുന്ന ഉപകാരമൊന്നുമില്ല. ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല, നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല. എല്ലാ റബ്ബറൊക്കെ വെച്ച് ആ പാടങ്ങളൊക്കെ ഇല്ലാണ്ടായി. അതായത് ഇവിടെ കൊച്ചു കുട്ടികൾ ഇതിലെ സ്കൂളിൽ പഠിക്കാനായിട്ട് ഇതിലെ പോകുന്നുണ്ട്. അവർക്ക് ആ ചെറിയ പാലത്തെ കൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ പല പ്രാവശ്യം അവിടെ പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലരുടെ കാലൊടിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ. തോടിന്റെ ഇരുവശവും കട്ടിംഗ് ആയതിനാൽ നിലയില്ലാത്ത നീരൊഴുക്കുള്ളതിനാൽ തോട് മുറിച്ചു കടക്കുന്നത് അസാധ്യമാണ്. വാർത്ത ശേഖരിക്കുന്നതിനായി ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ എത്തിയ കരിമണ്ണൂരിലെ പൊതുപ്രവർത്തകൻ MT തോമസ് ഈ കോൺക്രീറ്റ് പാത്തിയിൽ നിന്നും തോട്ടിലെ കുത്തൊഴുക്കിൽ പതിച്ചതും യാദൃശ്ചികം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം മുതലക്കോടത്ത് നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ ഞങ്ങളുടെ നാടിനും വീടിനും വളരെ ആവശ്യമാണ്. ഇതുപയോഗിച്ചെന്നാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിതം മുഴുവൻ താറുമാറാകും. അതുകൊണ്ട് നിങ്ങളെ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഒക്കെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഇത്തരം ഉപഭോഗങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, മറ്റ് നമ്മുടെ അനാവശ്യമായ എന്തിനോടൊക്കെ താല്പര്യമുണ്ടോ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. നോ പറയാൻ സാധിക്കുക. ദോഷമാകുന്നതിനോട് നോ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷം, നിങ്ങളുടെ ശക്തി, കരുത്ത്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ ജൂൺ മാസം 13-ാം തീയതി തിരുവനന്തപുരത്ത് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പത്രങ്ങളിൽ കൂടി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സ്കൂൾ പരിസരം മദ്യവിമുക്തമാക്കുക, ലഹരി വിമുക്തമാക്കുക, അതുപോലെ തന്നെ ക്യാമ്പസ്, നമ്മുടെ സ്കൂൾ ക്യാമ്പസും കോളേജ് ക്യാമ്പസും സുരക്ഷിതമാക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടി എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബ് രൂപീകരിക്കാനും സ്കൂളിൻ്റെ 100 യാർഡ് പരിസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മദ്യമോ മയക്കുമരുന്നോ ഇതാ ഈ രീതിയിലൂടെ കടന്നു വരുന്നു. മുതലക്കോടം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS, സൗഹൃദ ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ റാലിയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി മരുന്ന് വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇടുക്കി ജില്ലാ ഘടകത്തിന്റെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോമി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജ്, പ്രിൻസിപ്പൽ ജോർജ് ജോസഫ്, ഹെഡ്മാസ്റ്റർ KA ജോൺ, TA ജോൺ, ഷിബു മാത്യു, വെങ്കടേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റീജിയണൽ ഡയറക്ടർ ജയശ്രീ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥം ന്യൂമാൻ കോളേജ് ടീമും അല്ലസർ കോളേജ് ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരവും നടന്നു.
മദ്യവിരുദ്ധ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ ഇടുക്കി ജില്ലയിൽ നിന്നും അയക്കും. ഇതിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ OS സമദ്, N വിനോദ് കുമാർ, ബിജോയ് മൈക്കിൾ, പ്രഭു സിബി, കല്യാണി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമാധാനമായി തിരിച്ച് വീട്ടിലെത്തും എന്നൊരു ഘട്ടം വരണമെങ്കിൽ ഇവിടുത്തെ ലഹരി ഉൽപ്പന്നങ്ങളുടെ നിരോധനം കേരള ഗവൺമെന്റ് ചെയ്തേ പറ്റൂ എന്ന് ഞങ്ങൾ ഈ തരുണത്തിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മഹാനായ നമ്മുടെ മഹാത്മജി രാഷ്ട്രപിതാവ് അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം എന്നെ ഈ ഇന്ത്യയുടെ ഭരണമേൽപ്പിച്ചാൽ ഞാൻ ആദ്യം ഒപ്പുവെക്കുന്നത് മദ്യനിരോധനത്തിന് ആയിരിക്കുമെന്ന് മഹാത്മജി പറഞ്ഞു. ആ മഹാത്മജിയുടെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമ്മൻചാണ്ടി ഈ മദ്യം എല്ലാ തരത്തിലുമുള്ള മദ്യം നിരോധിക്കുകയും ഈ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിനോടൊപ്പം ഈ നാട്ടിലെ ലഹരിയെ ചക്രവ്യൂഹത്തിലാക്കി നശിപ്പിക്കുന്ന പ്രതീകാത്മക പ്രദർശനത്തോടെയാണ് പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. 3 മീറ്ററോളം നീളം വരുന്ന പുകയുന്ന സിഗരറ്റ് സ്ഥാപിച്ച് അതിനു ചുറ്റും കുട്ടികൾ ചക്രരൂപത്തിൽ കൈകോർത്ത് നിന്ന് ലഹരി വിരുദ്ധ സന്ദേശത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചു. മുൻ സയൻസ് ക്ലബ് ജില്ലാ സെക്രട്ടറി മോഹനൻ പിള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്ത് മെമ്പർമാരായ മോഹൻദാസ് പുതുശ്ശേരി, ബിജി രവികുമാർ എന്നിവർ ചേർന്ന് സിഗരറ്റിന് മുകളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എഴുതി. തുടർന്ന് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ സയൻസ് ക്ലബ്ബും ഹെൽത്ത് ക്ലബ്ബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ശശികുമാർ കിഴക്കേടം, സ്കൂൾ അധ്യാപകരായ ഷീബ മുഹമ്മദ്, ബിജി ജോസ്, VV ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കീഴ്പ്പെട്ടു പോയ തിരികെ കയറി വരുവാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ ആയതുകൊണ്ട് ഇതിന് കീഴടങ്ങാതിരിക്കാനുള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് വ്യക്തിയുടെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ സമ്പത്ത്. കുട്ടികൾക്കറിയാം അതെങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്നും നമ്മളെ എങ്ങനെയെല്ലാം നശിപ്പിക്കുന്നു. ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VK കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെ തൊഴിലാളികളുടെ സംഘടിത ശക്തി ഒന്നിച്ചു നിന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ബോർഡിനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഏത് നിലയിലുള്ള വെല്ലുവിളികളായാലും ആ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുമെന്നുള്ള ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ചെറിയ നിലയിലുള്ള വീഴ്ചകളായാൽ പോലും ആ വീഴ്ചകൾ കുറ്റമായി കാണുന്ന രീതിയുള്ളവരെല്ലാം ഈ ബോർഡിലുള്ളതാണ്. അധ്വാനിക്കുന്നവരുടെ പക്ഷത്തിൽ നിന്ന് ചെറിയ നേരിയ തെറ്റുകൾ വന്നു പോയാൽ അത് പർവ്വതീകരിച്ച് അതിന് ശിക്ഷ എങ്ങനെ കൊടുക്കുമെന്ന് പരിശോധിക്കുന്ന രീതി എന്തായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഗവൺമെന്റിന്റെ പക്ഷത്തിൽ നിന്ന് ഈ മേഖലകളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അന്വേഷിക്കുന്ന താല്പര്യപൂർവമായ നിലപാടുകളുണ്ട്, ജനപക്ഷ നിലപാടുകളുണ്ട്. പക്ഷെ ആ നിലപാടുകളെ എങ്ങനെ നമ്മുടേതാക്കി മാറ്റണമെന്നുള്ളത് ആലോചിക്കേണ്ടത് നമ്മളാണ്. അതാണ് ഞാൻ നേരത്തെ ബഹുമാന്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സോമൻ അധ്യക്ഷത വഹിച്ചു. NC സാബു, MD സെബാസ്റ്റ്യൻ, EA ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു.